അള്ളാഹുവും റസൂലും തീരുമാനിച്ചതിന് വിരുദ്ധമായി നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, അപ്പം നമ്മൾ ലിബറലുകളാവാണ്. മുസ്ലിമായ മനുഷ്യനെ വ്യഭിചരിക്കാൻ പറ്റൂല എന്ന് റസൂൽ പറയുന്നുണ്ട്. അതിന് നമ്മുടെ ഷറഹിലൊക്കെ ഉള്ള വ്യാഖ്യാനങ്ങൾ ഈമാൻ തൽക്കാലത്തേക്ക് ഊരിവെക്കും, അല്ലെങ്കിൽ ഒറിജിനൽ ഈമാൻ അവനുണ്ടാവില്ല, അല്ലെങ്കിൽ പൂർണ്ണമായ ഈമാനോടുകൂടെ വ്യഭിചരിക്കാൻ പറ്റൂല എന്നാണ്. അതൊക്കെ അതിൻ്റെ അർത്ഥം തന്നെയാണ്. പക്ഷേ പുതിയ ലോകത്ത് അതിൻ്റെ അർത്ഥം എങ്ങനെ വെക്കണം എന്ന് എനിക്ക് തോന്നുന്നത്, വ്യഭിചരിക്കണോ വ്യഭിചരിക്കില്ല, വ്യഭിചരിക്കുന്ന സമയത്ത് അവൻ മുഅ്മിനായിരിക്കെ ആ സമയത്ത് അവൻ യുക്തിവാദിയായി മാറുന്നു. മുഅ്മിനാണെങ്കിൽ ലാ തഖ്റബുസ്സിന, സിനയിലേക്ക് അടുക്കരുത്, അത് ഫാഹിഷത്താണെന്ന ഖുർആനിന്റെയും ഹദീസിന്റെയും വാക്യം അവന്റെ മനസ്സിൽ വരും. മുഅ്മിനല്ലാത്തത് കൊണ്ട് അവൻ അത് മാറ്റിവെക്കുന്നു. നല്ലൊരു ചാൻസ് കിട്ടിയിട്ട്, നല്ല താല്പര്യമുള്ള ഒരു പെണ്ണിനെ കയ്യിൽ ലഭിച്ചിട്ട് എങ്ങനെ അത് ഉപേക്ഷിക്കുക എന്നവൻ ചിന്തിക്കുന്നു. അത് യുക്തിവാദമാണ്. വ്യഭിചരിക്കുന്ന സമയത്ത് അവൻ യുക്തിവാദിയാകുന്നു തൽക്കാലത്തേക്കെങ്കിലും. മുഅ്മിനായിക്കൊണ്ട് ഒരാൾക്ക് വിഭജിക്കാൻ പറ്റൂല, യുക്തിവാദിയായിട്ടേ വിഭജിക്കാൻ പറ്റുള്ളൂ. മുഅ്മിനാണെങ്കിൽ മതങ്ങൾ പാലിക്കും, നിയമം പാലിക്കും, ഖുർആനിന്റെ വിരോധം കാരണം അതിൽ നിന്ന് മാറി നിൽക്കും. ഇവൻ മുഅ്മിനല്ല, അവൻ യുക്തിവാദിയാണ്. നല്ലൊരു ചാൻസ്, നല്ലൊരു അവസരം, സുമുഖിയും സുന്ദരിയും സഹകരിക്കുന്നവളുമായൊരു പെണ്ണ്, പിന്നെ എന്തിനത് മിസ്സാക്കണമെന്ന് അവൻ ചിന്തിക്കുന്നു. ഇത് യുക്തിവാദം.